पैसा का लोकल गार्डियन क्या പടച്ചോനെ ചെങ്ങൈമാരെ ഞാൻ എങ്ങനെയാ പൈസ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മോനെ നോക്ക് ഒന്നുമില്ല मैं पैसा का लोकल बाप है लोकल पिता ലോക്കൽ പിത അതിനും ചിരിക്കുന്നയാ ഓള് വരട്ടെ അപ്പൊ മനസ്സിലാവൂല്ലോ വാപ്പയാണോ ഉമ്മയാണോന്ന് പൊന്നു മോളേക്ക് വന്നല്ലോ ഞാൻ എന്റെ ലോക്കൽ ഗാർഡിയനാന്ന് പറഞ്ഞിട്ടേ ഇച്ചയ്ക്ക് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല ഏതോ ബംഗാളിനെ കൊണ്ട് പഠിച്ചിരിക്കുക ഏടോ ഈ ഒരു കാര്യം മനസ്സിലാക്കണം അത് വലിയ ഇഷ്യൂ ആക്കല്ലേ. എനിക്ക് ഇവിടെ 2-3 വർഷം കൂടെ നിൽക്കേണ്ടതാണ്. ഈ പറഞ്ഞതിനെ കൊണ്ടല്ലേ അടിച്ചാൻ പൊളിച്ചാളി എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അല്ല ഫൈസ എന്തൊക്കെ പറ്റി 2 ദിവസം കൊണ്ട് ആകെ കോലം കിട്ടുമല്ലോ. അനക്ക് ഇവിടുത്തെ ബസ്സൊന്നും പിടിക്കില്ലേ? അങ്ങനൊന്നുമില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഒന്ന് പുറത്തു പോവാ. ഇവിടെ ഒരു ഫേമസ് ഹോട്ടലുണ്ട്, നല്ല മട്ടൻ ജാസും പൊറോട്ടയും കിട്ടണേ. അവിടെ പോവാം. അല്ല ഹാരിസ്ക, ഞാനിപ്പോ പുറത്തു പോകാൻ റെഡി ആയിട്ട് വന്നതല്ല. ഹാരിസ്ക വിളിച്ചപ്പോ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് വിചാരിച്ചു വന്നതാ. തട്ടെടുത്ത് അങ്ങോട്ട് ഇട്ടാ പോലെ എന്ത് റെഡി ആവാനാ? വാ പൈസ കേറ്. सबसे पहले मैं ये कहना चाहूंगा कि इस विषय को हम बस इस कैंपस में हुई एक घटना के जरिए से नहीं देख रहे. And you all must be knowing and feeling that enthusiasm that the new leadership has brought in to national politics. The leadership has conveyed its willingness to take part and take responsibility of the strike, even by making its presence in this campus. And it has requested that in this fight for justice for Rohan, आप सब लोग सारे सेक्युलर फोर्सेस एक साथ खड़े होकर इनके खिलाफ लड़ना चाहिए. और हमारा वादा ये है कि इस लड़ाई में हम आपके साथ हैं और एकदम सामने होंगे और हम जीतेंगे जरूर. जय हिंद. സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പസിൽ രോഹനെ പോലത്തെ ഒരാളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ള ക്യാമ്പസ് അല്ലേ ഈ യൂണിവേഴ്സിറ്റി. ഇവിടൊക്കെ തന്നെ ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ എന്നേ പോയി ഫൈസ. അധികാരം ഉപയോഗിച്ച് ഓരോ ക്യാമ്പസിലും പിടിമുറുക്കാണ് ഫാസിസ്റ്റുകൾ. സത്യം പറഞ്ഞാണല്ലോ, ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഫ്രീഡം എന്താണെന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അന്നതിനെ വിമർശിച്ചവർക്കൊക്കെ കാര്യം ഇപ്പോൾ ഏകദേശം പിടികിട്ടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ മീറ്റിംഗിലെടുത്ത തീരുമാനം ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ മീൻ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അത് ഈ ക്യാമ്പസിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. അത് രാജ്യമെമ്പാടും അങ്ങനെ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. പൈസ ഇവിടെ ഉണ്ടായിരുന്നു ആദർശേ. ഞാൻ കേട്ടെടുത്തുള്ള ഇയാള് വലിയൊരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പതുങ്ങി കാപ്പിയൊക്കെ കുടിച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ സംഭവത്തിനെ നിങ്ങൾ തട്ടിയെടുക്കുന്ന എൻ്റെ പേടി. എനിക്കെന്തായാലും അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഓ ദേവഗിരിയിൽ ഞങ്ങളുടെ മാഗസിൻ എഡിറ്ററൊക്കെ ആയിരുന്നു. അറിയാം. അതെ, ഞാൻ പറയാൻ വന്ന കാര്യം, റോഹൻ്റെ ഇഷ്യൂവിൽ ഇതുവരെ നമുക്ക് ഫേവറബിളായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവനെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. നമ്മൾ വളരെ പെട്ടെന്ന് ശക്തമായ എന്തെങ്കിലും ചെയ്തേ പറ്റും. വെരി മച്ച്. ഞങ്ങളുടെ പാർട്ടിയുടെ സീനിയർ ലീഡർഷിപ്പ് ഈ സമരം ഏറ്റെടുക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. യെസ്, എനിക്കും അത് തന്നെയാണ്. എനിക്ക് വേറൊരു സജഷൻ ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ മൂവ്മെന്റ്സിന് ശക്തി മാത്രം പോരാ, അണികൾക്ക് ശക്തി കൂടി വേണം. അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ചല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടാ. ഇപ്പം നമുക്ക് വേണ്ടതെന്താണ്, നമ്മുടെ ക്യാമ്പസിലുള്ള എല്ലാ ആന്റി ഫാസിസ്റ്റ് സംഘടനകളുടെയും ഒരു കോർഡിനേറ്റഡ് ഗ്രൂപ്പ് ഫോം ചെയ്യണം ടു ബിഗിൻ വിത്ത്. ഓ ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. പിന്നെ ഇഫ് ഐ മേ, എനിക്ക് തോന്നുന്നത് ഈ വർഗീയ സ്വഭാവമുള്ള ഓർഗനൈസേഷൻസിനൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും ബുദ്ധി. പിന്നെ ഈ വിശ്വാസമാചാരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇതിനെ വളരെ സ്ട്രിക്ട്ലി സെക്യുലർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ കാണണം ഈ മൂവ്മെന്റിനെ. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. കറക്റ്റാണ്. So I gave it to him for a review and he said he will send it. പൈസ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഞാൻ ഹന ഫാത്തിമ. ഞങ്ങൾ ക്യാമ്പസ് ഫോഴ്സിന്റെ പ്രവർത്തകരാ. ഫൈസ തിരക്കിലാണോ? നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാം. ഇല്ല, അത് you guys carry on. I'm going to my room. Bye. Bye. ഞാൻ ജമാൽ ഹുസൈൻ, കോഴിക്കോട് തിക്കോടിയാണ്. ഇത് ഹന, തിരുരങ്ങാടി. ഇത് അൽജിഫ്രി, ഇത് ബുഷ്ര. രണ്ടുപേരും UP ആണ്. ഫൈസ, ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ആരെയും കംഫർട്ടബിൾ? ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ ഷെയർ ചെയ്യാട്ടോ. ഇല്ല, ഞാൻ തുൾസിയുടെ കംഫർട്ടബിൾ ആണ്. താങ്ക് യു. ദാറ്റ്സ് ഫൈൻ. ആള് കുറച്ച് കുറവാണെങ്കിലും ഞങ്ങളോട് വളരെ ആക്റ്റീവാണ്.
उसके अलावा हर गुरुवार को मगरिब के बाद कुरान क्लास भी है. सोशल इश्यूज डिस्कस करने का फोरम है, पॉलिटिक्स वगैरह नहीं. ഫൈസ ക്ലാസ്സിന് വരണം, ഞങ്ങളതിനെ ക്ഷണിക്കാൻ വന്നു. അടുത്ത ആഴ്ച സൈഫുദ്ദീൻ അലി നഖ്വിയുടെ ക്ലാസ്സാണ്. ഫൈസ ചിലപ്പോൾ കേട്ട് കാണും. ഇറ്റ്സ് ഹൈലി ഇന്റലക്ച്വൽ. ക്ലാസ്സിന് വരുമ്പോൾ ഫൈസയ്ക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. മാത്രമല്ല ഈ അന്യനാട്ടിലൊരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്യും. നമ്മുടെ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാം അല്ലേ? അതെ, അത് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ലേശം ബുദ്ധിമുട്ടാവും. ഞാൻ അറിയിക്കാം. അല്ല, തനിച്ചാവൊന്നും വിചാരിക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം. ശരി എന്നാ. ശരി, അപ്പൊ പിന്നെ ഫിർ മിലേംഗെ. ശരി, ഓക്കെ. വാ. അവള് കുറച്ച് ബോൾഡാന്ന് തോന്നുന്നു. रोहन फोन बज रहा है तेरा. रोहन उठा ले यार. पिताजी बुला रहे स्टाइपन के बारे में पूछने के लिए. क्या बात है अमल? अरे बात कर लेना उनसे, टेंशन हो जाएगा उनको. హలో నాన్న, అది ఒక వారంలో అయిపోద్దని చెప్పారు. వచ్చే వారం అయిపోద్ది నాన్న. సరే సరే నాన్న, కొంచెం చదువుకునేది ఉంది, నేను మళ్ళీ చేస్తాను. ఓకే. बैंक से आज नोटिस आया बोल रहे, घर गिरवी को रखाया ना, इसलिए पिताजी अभी काम को भी नहीं चल रहे. अगले महीने पैसा नहीं दिया तो घर भी चले जाएगा. The partition of Indian mind was first achieved through the writing of history known as historiography. They wrote a history of India by dividing our Indian history into three parts: Hindu India, Muslim India, and British India. This categorization was historically crucial for the construction of the religious identity of India. They reduced the people into their immediate identity, that of Hindus or Muslims, in an attempt to rule Indians. These historians had no idea about Indian history or reality. James Stuart Mill, who gave us grand theories pitting Indians against fellow Indians, hadn't visited India ever. They had only looked at colonial sources to make these theories about hundreds of years in the life of millions of people. They looked at everything from a religious perspective. Another important thing is, one second. Both the Hindu king of Kashmir and Muhammad of Ghazni, the Muslim king, have attacked the same temple for the wealth accumulated in the temple those days. Only for the wealth accumulated in the temple. They made these economical interests invisible and projected only the religious identity of the king, which was unknown king. Thank you all. Thank you. Thank you. Done for today. സർ. ആദർശ്, നമുക്ക് സംസാരിക്കാം. തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, ശരി. ഫൈസ. സർ, വളരെ നന്നായിരുന്നു. താങ്ക് യു ഫൈസ. ചരിത്രത്തിലെ ചില സത്യങ്ങളൊക്കെ കൺമുമ്പിൽ കണ്ട പോലെ തോന്നി. ചിലർക്കിത് സത്യങ്ങൾ, മറ്റു ചിലർക്കിത് അപ്രിയ സത്യങ്ങൾ. നമസ്തേ സർജി. സർ, പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ അവർക്ക് ഇങ്ങനെ അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർക്കെന്നും താല്പര്യം സമ്പത്തിനോടും അധികാരത്തിനോടുമായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങളോടായിരുന്നില്ല ആഭിമുഖ്യം. അവർക്ക് നല്ല സമ്പത്തുള്ള ഹിന്ദുക്കളോടായിരുന്നു അടുപ്പം. തിരിച്ച് ഹിന്ദു രാജാക്കന്മാരുടെ കാര്യവും അതുപോലെ തന്നെ. വാവ്, ഇതൊന്നും ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചരിത്രം. വളച്ചൊടിച്ച സത്യങ്ങൾ കൊണ്ട് ചിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ശരിയാണ്. ആ സാർ,
സോറി, ഞാൻ കുറച്ച് ബിസി ആയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തായി മറ്റേ റോഹൻ ഇഷ്യൂവിൽ നിങ്ങളുടെ യുണൈറ്റഡ് സ്റ്റുഡൻസ് ആ മൂവ്മെന്റ്? സാർ, ഈ ആന്റി ഫാസിസ്റ്റ് സംഘടനകളെല്ലാം ഒന്നിച്ചപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഗുഡ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ തന്നെ തീരുമാനം. വെരി ഗുഡ്. ആൻഡ് ദ ടൈം ഡിമാൻഡ് ഇറ്റ് അല്ലേ? യാ. ഫൈസയെ നിങ്ങളുടെ ഗാംഗിൽ ചേർത്തോ? എപ്പോഴേ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരു NSOക്കാരുടെ മാത്രമേ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ആയി. ആ, ഞങ്ങളിപ്പോൾ തന്നെ ചെറിയൊരു യുണൈറ്റഡ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ആണ്. വെരി ഗുഡ്. അല്ല, ഇന്ന് വൈകിട്ട് എന്താ നിങ്ങളുടെ പ്രോഗ്രാം? നത്തിങ്. പ്രത്യേകിച്ചൊന്നുമില്ല സാർ. എന്നാൽ വൈകിട്ട് നമുക്കിന്ന് എൻ്റെ വീട്ടിൽ കൂടാം. ഞങ്ങളുടെ പരസ്പര സഹനത്തിൻ്റെ 30ാം വർഷമാണെന്ന്. യോ വെഡിങ് ആനിവേഴ്സറി. യെസ്. എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത്? അമലിനറിയാലോ, എനിക്ക് ഇത്തരം സെലിബ്രേഷൻസിലൊന്നും ഒരു താല്പര്യവും ഇല്ല. എല്ലാം വർഷയുടെ ഏർപ്പാടാണ്. ശരി സർ, ഐ ഡെഫിനറ്റ്ലി കം. ഓക്കെ, അപ്പോൾ വൈകിട്ട് അവളെ കാണാം. ഉണ്ടാവും. കം. अरे तुम्हारा इंतजार कर रहे थे हम. तुम कहाँ थे यार? അവിടെ ഉണ്ടായിരുന്നു. खाना चला गा? बहुत अच्छा. ഹായ്. ओह मैम आप. हाँ, वर्षा आइए ना. Hi. बैठिए. It's आराम okay, से it's बैठिए. okay. Sit यहाँ down, पर sit down. या. ओके ले. Yeah, thank you. ഫൈസ, എന്ത് പറയുന്നു? ഡൽഹിയിൽ പുറത്തൊക്കെ പോയോ? പിന്നെ ഇവൾക്ക് ഇവിടെ ഒരു അടിപൊളി ലോക്കൽ ഗാർഡിയൻ ഉണ്ട്. അതുകൊണ്ട് ഡൽഹിയിൽ ഓൾമോസ്റ്റ് മലയാളം റെസ്റ്റോറൻ്റ് ഒക്കെ ഞങ്ങൾ കവർ ചെയ്തു. ആരാ അത്? മാം, ഇവര് വെറുതെ തമാശ പറയുന്ന. ഒരുപാടൊന്നും പോയില്ല, ഇനിയും സമയമുണ്ടല്ലോ. പൈസ മാം ഇവിടെ SBIയിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആണ് കേട്ടോ. अच्छा मैम, हाउ इज बैंकिंग सेक्टर गोइंग ऑन? വെരി സ്ട്രോങ്. हाँ. ഡിമോണിറ്റൈസേഷന് ശേഷം ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ്. ഇത്ര സ്ട്രോങ് ആയ സ്ഥിതിക്ക് എൻ്റെ ഒരു 5 ലക്ഷത്തിന് വിദ്യാഭ്യാസ ലോൺ ഉണ്ട്. അതൊന്ന് എഴുതി തള്ളി തരാൻ പറ്റുമോ? അല്ല, നിസ്സാര പൈസയല്ലേ ഉള്ളൂ. ഒന്നും ഉണ്ടായിരിക്കടാ അവിടെ. ഇവിടെ എല്ലാ ദിവസവും 8ഉം 10ഉം കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ ലോൺ എഴുതിത്തള്ളാൻ പറ്റുന്നില്ല. പിന്നെയാണ് അവൻ്റെ 5 ലക്ഷത്തിൻ്റെ വിദ്യാഭ്യാസം. കടം എഴുതി തള്ളൽ അത്ര നല്ല എക്കണോമിക് പോളിസി അല്ല. ആ, അത് ശരിയാണ് കേട്ടോ. ആ. പക്ഷേ എങ്ങനെയൊക്കെയോ ഈ വജ്രവ്യാപാരിയുടെ 9,000 കോടിയും എയർലൈൻ കമ്പനി മുതലാളിയുടെ 23,000 കോടിയും അങ്ങനെ കുത്തക മുതലാളികളുടെ ലക്ഷക്കണക്കിന് കോടികളൊക്കെ എഴുതിത്തള്ളാം. തള്ളാം. അത് വളരെ നല്ല എക്കണോമിക് പോളിസിയാണ്. രാജ്യം കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുകയാണ് മാം. റിസർവ് ബാങ്ക് മേധാവികൾ അവരുടെ തടി തപ്പി ഓടിക്കൊണ്ടിരിക്കുക. ഇതാണോ മാം പറഞ്ഞ സ്ട്രോങ് എക്കണോമിക് കണ്ടീഷൻ? CML, കാര്യങ്ങൾ പഠിക്കാതെ പറയരുത്. അതെ, എൻ്റെ കടം തീർക്കാനുള്ള കപ്പാസിറ്റി സർക്കാരിനില്ല. ഓക്കെ, വി അണ്ടർസ്റ്റാൻഡ്. അല്ല ശരി, ഏയ്, പഠിച്ചത് വെച്ച് മാം പറ. നിർത്തൂ. സാറെപ്പോ വന്നായിരുന്നു ഇവിടെ? പൈസ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഇവർ തമ്മിൽ എപ്പോൾ കണ്ടാലും ഇത് തന്നെ. കഴിക്കേ. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു ഓൾ എൻജോയ് ദി സോങ്. നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് 30 വർഷം മുൻപ് സഫലമായ ഒരു പ്രണയകഥയുടെ ഓർമ്മ പുതുക്കാനാണല്ലോ. सच में 5 मिनट में हो जाएगा क्या? ये सुबह से कर अभी तक खत्म नहीं हुआ. ഞാൻ പോരെ. ടൈം लगेगा. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കലല്ല, ഇതൊരു കലയാണ്. ശരി, കലാകാരൻ. കുറച്ച് പെയിന്റ് ആയിട്ടാ. ആ, എങ്ങനെയുണ്ട്? ആ, ഇറ്റ്സ് റിയലി ഗുഡ്. You can almost see the fire in his eyes, no? യാ. ആ, അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. യെസ്. പക്ഷെ ഇതൊക്കെ പിന്നെ ഇപ്പോൾ എവിടെയേ പറ്റുള്ളൂ. അവിടെയൊക്കെ പ്രതിമകൾ പോലും മാറ്റി തുടങ്ങിയെന്നാണ് കേട്ടത്. അതിൻ്റെയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം തന്നെ ചിഹ്നിച്ചതറി പോയില്ലേ? യാ. ഇനി ഇദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നാലേ അവർക്ക് എന്തെങ്കിലും ഒരു ഹോപ്പുള്ളൂ. ശരി ശരി. അല്ല, നിങ്ങൾ നെഹ്റുവിൻ്റെ എക്കണോമിക് പോളിസിയൊക്കെ സാമ്രാജ്യത്വത്തിന് അടിയറ വെച്ചവരല്ലേ? പിന്നെന്താണ്? നെഹ്റു ജീവിച്ചിരുന്ന കാലത്തൊന്നും നിങ്ങളൊരു മൈൻഡും ചെയ്തില്ല. ഇപ്പോഴാണെങ്കിൽ നെഹ്റുവിന് ഇല്ലാത്ത ഗുണങ്ങളില്ല അല്ലേ? ഇറ്റ്സ് ട്രൂ, ഇറ്റ്സ് ട്രൂ. അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പോളിസി ഇല്ലായിരുന്നെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാടിങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഒരു രീതിയിൽ ഈ തത്വധിഷ്ഠിത തള്ളലുകളൊക്കെ തുടരട്ടെ. പക്ഷെ ഒരു കാര്യം, നേതാവേ, ഈ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ ഉണ്ണിയാൻ്റെ ദാഹം അടയ്ക്കും. ये सब काफी अच्छा है. आप सिर्फ ऐसा How's it, Ali? क्या? बुशरा, वो वाला तो काफी अच्छा है. काफी अच्छा. വരച്ച് ഞാൻ ഡാ, ഹൈബി, ഓ നിന്റെ മൂടൊന്ന് ഓഫ് ചെയ്ത് വെക്കൂ. മൂട. ആ, ശേ, ഉള്ളിൽ എന്തെങ്കിലും ഇട്ടിട്ട് വരായിരുന്നു. അങ്ങനെ മാറി വെക്കടാ. ഓട്ടിസ്റ്റിനെ ഒരിടത്തെത്തി. ദാറ്റ്സ് നൈസ്. ഫൈസയ്ക്ക് അറിയാലോ, ഈടെ നമ്മുടെ നാട് പോലല്ല, വളരെ ഫ്രീഡമുള്ള ഒരു ക്യാമ്പസാണിത്. പക്ഷേ പലർക്കും പറ്റുന്ന അപകടം
അവരുടെ കൂട്ടുകാരാണ്. പൈസ ഒന്നും വിചാരിക്കല്ലേ. ഇപ്പൊ പൈസയുടെ കൂടെയുള്ളവരാരും നമ്മുടെ വിശ്വാസത്തിന് പറ്റിയ ആൾക്കാരല്ല. അതെ, അവരൊക്കെ യഥാർത്ഥ ഭൗതിക നിർമ്മിതവാദികളാണ്. ക്ഷമിക്കണം, എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അതൊന്നും പെട്ടെന്നുണ്ടായതുമല്ല. അതുകൊണ്ട് തന്നെ അത് എവിടെ പോയാലും കൈമോശം വരും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ അവർ വിശ്വാസികളാണോ അല്ലേ എന്നുള്ളത് എൻ്റെ സൗഹൃദത്തിനൊരു തടസ്സമല്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. സൗഹൃദങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ ശ്രമിക്കണം, അല്ലേ? ശരി, എന്നാ ഹാവ് എ ഗുഡ് ഡേ. हेलो हेलो तुलसा, कैसे? हेलो भैया, कैसे हैं? मैं तो अच्छा हूँ, तुम कैसी हो? ठीक है। और माँ कैसे है? माँ तो बहुत अच्छी है। अच्छा, तुम अभी हो कहाँ? हाँ, मैं अभी हॉस्टल में हूँ। अच्छा, हॉस्टल। हाँ। पढ़ाई कैसी चल रही है? हाँ, पढ़ाई अच्छी चल रही है। अच्छा। और खाना हो गया? हाँ, खाना तो हो गया। अच्छा, फैजा कहाँ है? भैया फैजा भी यही है मेरे साथ हॉस्टल में। तो फैजा को मेरी हेलो कहो ना। हाँ फैजा, भैया हाय बोल रहे हैं। हाय भैया हाय बोल रही है फैजा। अरे हाय से काम नहीं चलेगा, मेरी बात कराओ उससे। हाँ फैजा, ही वांट्स टू टॉक टू यू। एक मिनट भैया। हाय भैया, हाउ आर यू? आप कैसे हैं पूछ रही है। अच्छा हूँ। और क्या चल रहा है? हम आपकी वेडिंग वी आर कमिंग, वी आर ऑल कमिंग। आपकी शादी में हम लोग ये लोग सब लोग आने को बोल रहे हैं। अच्छा, जरूर। ओके, टेक केयर, बाय बाय। ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ പാട്ട്. ഇത് പാടുമ്പോൾ മുഹമ്മദ് റാഫിക്ക് വെറും 24 വയസ്സാണ് പ്രായം. അന്ന് ഈ പാട്ട് കേട്ട് ജവഹർലാൽ നെഹ്റു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സർ, നമ്മളിപ്പോൾ പോകുന്നത് ജാമിയ മിലിയയിലേക്കല്ലേ? യെസ്. വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ ജാമിയ മിലിയ. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ചില മുസ്ലിം പണ്ഡിതന്മാരെ കയ്യിലെടുത്തു. സമുദായത്തിന് കൊളോണിയൽ വിദ്യാഭ്യാസം നൽകാനാണെന്ന് പറഞ്ഞ് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായി ഫത്വ ഇറക്കാൻ പറഞ്ഞു. സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ചിലർ അവരുടെ ആ കെണിയിൽ വീണു. സർ, സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു നവോത്ഥാന നായകനായിട്ടല്ലേ അറിയപ്പെടുന്നത്? അതെ, ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാലേ സമുദായത്തെ സഹായിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും അതിനെ ശക്തമായിട്ട് എതിർത്തു. അവർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എതിരായിട്ട് ഫത്വ ഇറക്കി. അവർ മുൻകൈയെടുത്ത് ചില കോൺഗ്രസ്സുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി. ഇത് പൊളിക്കാൻ ബ്രിട്ടീഷുകാർ കുറേ ശ്രമിച്ചതാ. അന്ന് ഗാന്ധിജിയും മറ്റു ചില നേതാക്കന്മാരും ഒക്കെ ചേർന്ന് പിരിവെടുത്താണ് ഈ സ്ഥാപനം നിലനിർത്തിയത്. സെക്യുലർ സ്വഭാവമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ ഇന്ന് ജാമിയ മിലിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇവിടേക്കാണ് അബ്ദുറഹ്മാൻ സാഹിബ് പഠിക്കാനെത്തുന്നത്. ഇതായിരുന്നു ഈ ഹോസ്റ്റലിൽ അബ്ദുറഹ്മാൻ സാഹിബ് ഉപയോഗിച്ചിരുന്ന മുറി. ഫൈസ, അടുത്ത സെമിനാർ ഫൈസ പ്രസന്റ് ചെയ്യും. അയ്യോ സർ, ഞാനോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ റിസർച്ച്. അല്ല, ഇത്രയും പെട്ടെന്ന്? നീ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ റിസർച്ച് അല്ലേ? ഇത്രയും സമയം പോരെ? സർ, കളി. ഐ ആം സീരിയസ്. അടുത്ത ആഴ്ച തുൽസയില്ലേ? തുൽസേന്റെ ബ്രദറിന്റെ മാരേജ് ആണ്. അപ്പൊ അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് മതി. ഓക്കെ സർ. ഓക്കെ, കം. ओके गाइस, टिकट्स कंफर्म्ड. अच्छा, कब का है? 10:30 PM. ओके. हाँ, തുൽസേന്റെ ബ്രദറിന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണ്ടേ നമ്മള്? യോ, അതൊക്കെ വേണോ? അതൊക്കെ വേണം. പിന്നെ ആണോ? चलो बाहर जाके कुछ खरीद करेंगे.
നമുക്കിപ്പോ തന്നെ പോയി വാങ്ങിച്ചാലോ? സമയമുണ്ടല്ലോ ഇപ്പോ. പോവാം. ആ പോകുന്നവരൊക്കെ പോക്കോ. ഞാനില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം. നാളെ തൊട്ട് നോമ്പ് തുടങ്ങാളതാ. നാളെ മുതൽ ഏത് നോമ്പ്? എടാ വരാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. എടാ മടിയുടെ അല്ലടാ, പുറത്ത് പോയി എനിക്ക് പുറത്തു നിന്ന് ഫുഡ് കഴിക്കണം. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അല്ല എന്റെ കോമഡി ഫ്ലോപ്പ് ആയിരിക്കും. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ഒരു ഉഗ്രം കോമഡി പറഞ്ഞാ. പൈസ എന്താ ഫോൺ എടുക്കാത്ത? എത്ര നേരം എന്നെ വിളിക്കുന്നത്? ഹാരിസ്ക, അത് ഫോൺ ഞാൻ ഹോസ്റ്റലിൽ വെച്ച് മറന്നുപോയി. എന്ത് പറ്റി? എന്താ അവിടെ? ഞാൻ ഒന്ന് പുറത്തു പോയി വെച്ചിട്ടാ. അത് ഹാരിസ്ക, നമ്മളെല്ലാവരും ഇപ്പൊ ഒന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. നമ്മളാ? ഏത് നമ്മള്? ഞങ്ങളൊക്കെ. ആ എടോ, തൻ്റെ കെട്ടിലങ്ങാടിയല്ല, ഡൽഹിയാണ്. 6ാം നാടാണ്. കാര്യവീടുള്ള ഒരാൾ കൂടെ വേണം. എന്നാലേ ഇവരുടെ കൂടെ ഒറ്റക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അയ്യോ, അതെങ്ങനെയാ ഹാരിസ്ക? നമ്മളെല്ലാരും കുറെ പേരുണ്ട്, അതിന്റെ കൂടെ ഹാരിസ്ക എങ്ങനെയാപ്പോ? അല്ല ഞാൻ വരാം, എന്തായാലും ഒറ്റക്ക് വരെ ഇവിടെ പോകണ്ട. അതിനെന്താണ് പൈസ? ഹാരിസ്ക്ക് കൂടെ വന്നോട്ടെ. അല്ല ഹാരിസ്ക ഇജ്ജ് വന്നേ. അല്ല അമ്മലെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാനാണോ അതോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണോ തീരുമാനിച്ചത്? ആദ്യം പറഞ്ഞാൽ മതി. അതെ അല്ലേ, അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഷോപ്പ് ചെയ്യാം അല്ലേ? ഇജ്ജ് വന്ന് വെറുതെ വർത്താനം പറഞ്ഞു വിട്ടൂട്. നടന്നോ? ചലോ ചലോ. ഏതാ എന്റെ പോലത്തെ? എന്താ ഹാരിസ്ക, വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ടോന്നോ? ഞാൻ വേണേ ബാക്കിലിരിക്കാം ഹാരിസ്ക. വെയിറ്റ് ഇല്ലാന്നേ, വെറുതെ ഒരു പഞ്ഞിക്കലെടുത്ത് മടിയിലെത്തായിരുന്നു. എന്ന് കഴിക്കില്ലടാ. അത് പറഞ്ഞപ്പോളാ എല്ലാരോടും കൂടിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മൾ എന്ത് കഴിക്കണം, എവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ സ്വന്തം ആരിസ്ക്ക് ഉള്ളതാണ്. അതിൽ ആരും ഇടപെടണ്ട. അത് ഞാൻ അനുവദിക്കുന്നതല്ല. എന്താ ഹാരിസ്ക? അല്ല ഹാരിസ്കയുടെ അത്ര ഡൽഹി ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തോണ്ടാട്ടോ. എനിക്കറിയാലോ, മാത്രല്ല നിങ്ങളങ്ങനെ പുറത്തു പോലില്ലല്ലോ. നമ്മളുണ്ടാവാ. ഞങ്ങളെ ഇടയ്ക്ക് എപ്പോഴും പോകാറുണ്ട് ഇങ്ങനെ. ഹാരിസ്ക ആദ്യമായിട്ടെന്ന് മാത്രം. പൈസ കയറാൻ പറ്റില്ലാവില്ലല്ലോ അല്ലേ? പൈസ ഇല്ലാണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോവോ? എന്താ ഒന്നും അറിയാത്ത പോലെ. കിടക്കല്ലേ, അവിടെ ഇരിക്കണ കള്ള. वैसे ऐसा भी हो सकता है। खाना എക്സ്ക്യൂസ് മീ ജി, ഈ പുട്ടൊക്കെ പൊടിഞ്ഞാണല്ലോ. എനിക്ക് പൊടിയാത്ത പുട്ട്. പുട്ട് പൊടിഞ്ച് ഹോത്താ ഹൈ. അതായത് അണ്ണാച്ചി അല്ല പറഞ്ഞോടത്ത് ഞാൻ തുടങ്ങണേ. എന്താ വെച്ചാല് ഞാൻ പൊടിഞ്ഞ പുട്ട് കഴിക്കൂല. ആ ചെറുപ്പത്തിലുള്ള ശീല. പൈസ അറിയാലോ. അതെ അതെ, ഇവരുടെ നാട്ടിലൊക്കെ നേരിട്ട് അണ്ണാക്കിലേക്ക് പുട്ടും കുറ്റിയും തള്ളി കൊടുക്കാറാണ് പതിവ്. അതാണ്. വലിയ വർത്താനം പറയരുത്. ഈ ഒരു ഇതിപ്പോ എന്തായാലും നമ്മൾ പൊടിച്ചിട്ടല്ലേ കഴിക്കുന്നത്. അയച്ചിട്ട് മോനെ നമ്മൾ ചോറ് എങ്ങനെ കഴിക്കല്ലേ? കുഴച്ചിട്ടല്ലേ? സപ്ലയർ കുഴച്ചുകൊണ്ട് തരലാണോ? അത് ശരിയാ. എന്നോട് സംസാരിക്കാൻ വരല്ലേ. ഈ പുട്ട് കഴിച്ചിട്ട് പൊയ്ക്കോ. ഞാൻ പൊടിയാത്ത പുട്ട് എന്നാലേ കഴിക്കൂ. എന്താണ് പൈസ ഒക്കെ കൊടുക്കണോ? അങ്ങനെ കൊടുത്തേക്ക്. പൈസ കുഴപ്പമില്ല. ഇടക്ക് പൊടിഞ്ഞും കഴിക്കാം. ഓരോ പുട്ടുകുറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. നമ്മള് ഓരോ അടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൂടല്ലോ. എടാ ചിക്കനടെ അത് വല്ല വെച്ചുണ്ടല്ലോ. തണുപ്പുണ്ടാ? ചെറുതായിട്ട്. तुम जाके देखो ना. അവിടെ പോയി തൊട്ടിട്ട് വാടാ, അക്കനെ തൊട്ടിട്ട് വാ. ഭംഗിയാണല്ലേ സ്ഥലം. ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, നമ്മുടെ തുൾസയില്ലേ, ഇത്ര ദൂരത്തുനിന്നല്ലേ പഠിക്കാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. തുൾസയുടെ വീട്ടിൽ പോകാൻ നമുക്കൊരു ട്രാക്ടറെങ്കിലും കിട്ടിയില്ലേ? ഞങ്ങൾ റോഹിന്റെ വീട്ടിൽ പോയപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ നടന്നു അവിടത്തെ. डर गया। എന്ത് പട്ടാണ് ഇവന്മാർക്ക്.
ये लीजिए चाय। आपने पी लिया? हाँ पी लिया। ठंडा लगा होगा ना? अरे नहीं नहीं, लीजिए। इसके सामने बैठे तो ठीक है। ये लीजिए। थैंक यू। ओके ओके।